ചരിത്രത്തെ വികലമാക്കി 4ാം ക്ലാസ്സിലെ പാഠഭാഗം. ജാർഖണ്ഡിന്റെ പേരില്ലാതെയാണ് ഭാരതത്തിന്റെ ഭൂപടം പാഠഭാഗത്തിലുള്ളത്. വല്ലഭായി പട്ടേലിന് പകരം വല്ലഭായി പട്ടേൽ എന്നും പുസ്തകത്തിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിതയും ആദ്യ ഭാരതീയ വനിതയും തമ്മിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നൊരു ചോദ്യം കൂടി പാഠപുസ്തകത്തിലുണ്ട്. ആ വാർത്തയിലേക്ക് ജനം എക്സ്ക്ലൂസീവ്. പ്രജിത് മോഹനൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, ഇപ്പോൾ ചരിത്രത്തെ കൂടുതൽ വികലമാക്കുന്ന തരത്തിലാണ് 4ാം ക്ലാസ്സിലെ പാഠഭാഗത്തിൽ ചില വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ? ദേവിക, ഭാരത ചരിത്രത്തിലെ സംഭവങ്ങളെയും വ്യക്തികളെയും ഒക്കെ അവരുടെ ജീവിത ചരിത്രങ്ങളെയും ഒക്കെ വികലമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ 4ാം ക്ലാസ്സിലെ പരിസര പഠന പുസ്തകത്തിലെ ചില ഭാഗങ്ങളുള്ളത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, ഏറ്റവും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, ഭാരതത്തിൻ്റെ ഭൂപടത്തിൽ ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ പേര് അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മറ്റെല്ലാ സംസ്ഥാനങ്ങളുടെ പേര് ഉൾപ്പെടുത്തിയിട്ടുള്ളപ്പോഴും ജാർഖണ്ഡിലെ റാഞ്ചി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് മാത്രമാണ് ജാർഖണ്ഡ് ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ചില ചരിത്രപരമായ ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒന്ന്, ചില സൂചകങ്ങൾ നൽകിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ ഒരു ഭാഗമുണ്ട്. അതിൽ ഒന്നാമത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വനിതയാര്, അതിൽ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ടു എന്നൊരു സൂചകം കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു ചോദ്യമാണത്. അപ്പോൾ ആ ഒരു ഭാഗത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ അധ്യക്ഷ എന്ന് പറയുന്നത് 1917 ആനി ബസന്റാണ് ആദ്യ വനിത എന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയാകുന്നത്. എന്നാൽ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു പിന്നീട് കോൺഗ്രസിൻ്റെ അധ്യക്ഷയായി മാറുന്നത് 1925 സരോജിനി നായിഡുവിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദത്തിലേക്ക് എത്തുന്ന ആദ്യ ഭാരതീയ വനിത എന്നുള്ളതാണ്. അപ്പോൾ ഈ ചോദ്യം തമ്മിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. അതൊരു തെറ്റായ ഉത്തരത്തിലേക്ക് നയിക്കുന്ന രീതിയിലാണ് അത് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. INA സ്ഥാപിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി നേതാജി എന്ന് വിളിപ്പിക്കപ്പെടുമെന്നതാണ് ഇത്തരമൊരു സൂചകം നൽകിയിട്ടുള്ള ചോദ്യം എന്നുള്ളത്. നേതാജി എന്ന് വിളിക്കുന്നത് എല്ലാവർക്കും അറിയാം. നേതാജി സുഭാഷ് ചന്ദ്രബോസാണ്. അദ്ദേഹം INA ഏറ്റവും പ്രധാനപ്പെട്ട INA നയിച്ചിരുന്ന നേതാവാണ്. പക്ഷേ INA സ്ഥാപിക്കപ്പെടുന്നത് 1942 മോഹൻ സിംഗ് എന്ന് പറയുന്ന മുൻ സൈനിക ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹം ജപ്പാനീസ് തടവിൽ ഉള്ളപ്പോഴാണ് മോഹൻ സിംഗ് ഇത്തരത്തിൽ INA രൂപീകരിക്കുന്നത്. 1943 ആ INA കൂടുതൽ സുദൃഢമാക്കുകയും ആദ്യഘട്ടത്തിൽ വലിയ കാര്യശേഷിയില്ലാതെ പോകുന്ന INA പിന്നീട് സജീവമാക്കിയെടുക്കുകയും ചെയ്യുന്നതാണ് നേതാജി ചെയ്യുന്നത്. അങ്ങനെ 1942 INA സ്ഥാപിച്ച മോഹൻ സിംഗിൻ്റെ ചരിത്രം വിസ്മരിക്കപ്പെടുകയാണ്. നേതാജി തന്നെയാണ് INA സ്ഥാപിച്ചത് എന്നുള്ളൊരു ചോദ്യം കൂടി വരുമ്പോൾ നേതാജിയുടെ സംഭാവനകൾ ആർക്കും ഒരിക്കലും തള്ളിപ്പറയാനോ ഉയർത്തിക്കാട്ടാനോ അതിനൊരു സാധ്യവുമല്ല. പക്ഷേ മോഹൻ സിംഗ് എന്ന് പറയുന്ന അത്തരത്തിൽ അദ്ദേഹം വഹിച്ച പങ്കുകൾ കൂടി ആ വിഷയത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് ഒരു സ്വാഭാവികമായ നീതിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ വിസ്മരിപ്പിക്കപ്പെടുന്ന രീതിയിലാണ് അത്തരം ഒരു ചോദ്യം ഉൾപ്പെടുത്തിയിരുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്ന ആളുകളുടെ പേരുകൾ പഠിക്കുമ്പോൾ അക്ഷരത്തെറ്റില്ലാതെ കുട്ടികൾ അത് പഠിക്കണമെന്നുള്ളത് മര്യാദയാണ്. പട്ടേലിൻ്റെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഈ നവമാധ്യമങ്ങളിലൊക്കെ എഴുതി വിടുന്നത് പോലെ വല്ലഭായ് പട്ടേൽ എന്ന രീതിയിലാണ്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ സർദാർ വല്ലഭഭായ് ചിലക്കെങ്കിലും തോന്നുമെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് അത് തെറ്റായി എഴുതുന്നതും ഉച്ചരിക്കുന്നതും തെറ്റ് തന്നെയാണ്. അത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതും തെറ്റാണ്. അപ്പോൾ അത്തരമൊരു ചില സമീപനങ്ങളും ചില പ്രശ്നങ്ങളുമാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് നിരവധി അക്ഷരത്തെറ്റുകൾ അതോടൊപ്പം തന്നെ ചരിത്രപരമായ ചില വീഴ്ചകൾ, പ്രശ്നങ്ങൾ, ചില തെറ്റായ വിവരങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ പ്രസക്തമായ പാഠഭാഗങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് നമ്മൾ ആ വാർത്തകളും നൽകും. വരും ദിവസങ്ങളിൽ സമാനമായ രീതിയിലുള്ള ഈ തെറ്റുകൾ അതിനകത്തുണ്ടെങ്കിൽ കൂടുതൽ അത് ചൂണ്ടിക്കാട്ടുകയും ചെയ്യും. എന്തായാലും ഒരു പാഠപുസ്തകമാണ്. വളരെ വലിയ സ്കൂട്ടണിക്കും വലിയ വിലയിരുത്തലുകൾക്കും പഠനങ്ങൾക്കും ശേഷം ഏറെ നാളുകൾ നീണ്ടു നിൽക്കുന്ന ചർച്ചകൾ, അതിനുശേഷമുള്ള അവലോകനങ്ങൾ, ഇവയൊക്കെ നടത്തിയിട്ടാണ് സ്കൂൾ പാഠപുസ്തകങ്ങൾ അച്ചടിക്കുന്നത് അല്ലെങ്കിൽ സ്കൂളുകളിലേക്ക് എത്തുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതിൽ പോലും ഇത്ര വലിയ തെറ്റുകൾ കടന്നുകൂടുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. ദേവിക. ശരി പ്രജിത്ത്.